എന്താണെന്ന് അറിയാലോ, ഉമ്മാന്റെ വക. നീ പറഞ്ഞതൊന്നും കേൾക്കൂല, ഞാൻ പറഞ്ഞത് തന്നെ എന്റെ മോൻ അനുസരിക്കുള്ളൂ, എന്റെ മോനാണ് എന്ന് വാപ്പാന്റെ വക. ഏതായാലും 29-ാം തീയതിയായി മോൻ ഇങ്ങനെ വന്നു പാക്കറ്റുമായിട്ട്. അത് പൊട്ടിച്ചു, വസ്ത്രം എടുത്തു, അതവൻ അവരുടെ മുൻപിൽ വെച്ച് തന്നെ ധരിച്ചു. രണ്ടു പേർക്കും സന്തോഷമായി. കാരണം ഒരു കാല് പാന്റ്, മറ്റേ കാല് ട്രൗസർ. ഉമ്മ പറഞ്ഞതും കേട്ടു, ബാപ്പ പറഞ്ഞതും കേട്ടു. അതോടുകൂടി അവരുടെ പ്രശ്നം തന്നെ അന്ന് തീർന്നു എന്നുള്ളതാണ് സംഭവം. ഇങ്ങനെ പരസ്പരം സ്നേഹത്തോടെ, പരസ്പരം കാരുണ്യത്തോടെ, ആ സ്നേഹവും കാരുണ്യവും സന്താനങ്ങളിലേക്ക് പകരുമ്പോഴാണ് അവരിൽ നിന്ന് തിരിച്ചാ സ്നേഹവും കാരുണ്യവും നമുക്ക് ലഭ്യമാകുന്നത്. ഖിയാമത്ത് നാളിന്റെ അടയാളമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, അൻതലിദൽ അമതു റബ്ബതഹാ. ഉമ്മയെ ഭരിക്കുന്ന, കേവലം അടിമയെ പോലെ ഉമ്മയോട് പെരുമാറുന്ന സന്താനങ്ങൾ ഉണ്ടാവുക എന്നുള്ളത് ഞാൻ ചുരുക്കി പറയുന്നു. ഖിയാമത്ത് നാളിന്റെ അടയാളം റസൂലുള്ള പറയുന്നു, ഒരു മനുഷ്യൻ ഒരു മനുഷ്യൻ വഴിപ്പെടുന്നത് അവന്റെ ഭാര്യക്കാണ്. ചിന്തിക്കണേ നിങ്ങൾ, ഭാര്യയാണെല്ലാം, ഭാര്യയാണ് സർവസ്വവും. അവൾ പറയുന്നത് വേദവാക്യമാണ്. അവൾ പറയുന്നു, നിങ്ങളുടെ തള്ളയുടെ കൂടെ കഴിയാൻ എനിക്ക് കഴിയില്ല, അതുകൊണ്ട് നമുക്ക് വേറെ വാടക വീട്ടിലേക്ക് മാറാം. പൊന്നെ, നീ അങ്ങനെ പറയുകയാണെങ്കിൽ പിന്നെ ഞാൻ അതിന് തടസ്സം നിൽക്കുന്നില്ല, അവൻ ഇറങ്ങുകയാണ്. ഭാര്യ പറയുന്നു, ഒരാവശ്യവുമില്ലാതെ നിങ്ങളുടെ ഉമ്മ എന്നെ ചീത്ത പറഞ്ഞു. ഇവൻ നേരെ പോയിട്ട് പറയുന്നു, നിങ്ങൾ എന്തിനാണ് ഉമ്മ അവളെ ചീത്ത പറയാൻ പോകുന്നത്? അവൾ വിദ്യാഭ്യാസമുള്ളവളല്ലേ എന്ന് പറഞ്ഞാൽ നിന്റെ ഉമ്മക്ക് വിദ്യാഭ്യാസമില്ല, ഗൾഫിൽ പോയി. എന്നിട്ട് മണിക്കൂറുകളോളം പ്രിയപ്പെട്ട ഭാര്യയുമായി സല്ലപിക്കുകയാണ്. ഉമ്മ എവിടെയാണെന്നോ, ഉമ്മ നിങ്ങളുടെ വിശേഷം എന്താണെന്നോ ഒരിക്കൽ പോലും ചോദിക്കാത്ത മക്കളുണ്ടെങ്കിൽ നിങ്ങളിലൂടെയാണ് അല്ലാഹു ഖിയാമത്ത് നാളിനെ പുലർത്തുന്നതെന്ന് അഷ്റഫുൽ വറാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു കാത്തുരക്ഷിക്കുമാറാവട്ടെ. നമ്മളിലൂടെയാണ്. ഭാര്യയെ വഴിപ്പെടണ്ട എന്നോ ഭാര്യയെ സ്നേഹിക്കണ്ട എന്നോ അർത്ഥമില്ല. ഉമ്മയെ അവഗണിക്കുക ഖിയാമത്ത് നാളിന്റെ അടയാളം. കല്യാണം കഴിക്കുന്നത് വരെല്ലാം ഉമ്മയായിരുന്നു, വിളമ്പി തന്നിരുന്നത് ഉമ്മയായിരുന്നു, വസ്ത്രമലക്കിയത് ഉമ്മയായിരുന്നു. കല്യാണം കഴിച്ചാൽ പിന്നെ ആ ഉമ്മ കേവലം കറിവേപ്പില പോലെ വീടിന്റെ ഒരു മൂലയിൽ ഇവരൊന്നും മരിച്ചിരുന്നെങ്കിൽ എന്നാഗ്രഹിക്കുന്ന മക്കൾ. ഖിയാമത്ത് നാളിന്റെ അടയാളം അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു, നമ്മൾ അങ്ങനെയാവരുത്. ചിന്തിച്ചു നോക്കൂ നിങ്ങൾ ചെറുപ്പക്കാരെ, ഒരു കല്യാണം വരുമ്പോ നമ്മൾ നമ്മുടെ ഭാര്യക്ക് വസ്ത്രം വാങ്ങിക്കൊടുക്കുന്നു. ഒരു പെരുന്നാൾ വരുമ്പോ, അതുപോലെ ഒരു സന്തോഷ ദിവസം വരുമ്പോ എത്ര ചുരിദാറുകൾ, എത്ര പർദ്ദകൾ, എന്തെല്ലാം വസ്ത്രങ്ങൾ അങ്ങനെ നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കുമ്പോ നിങ്ങൾ ആരെങ്കിലും ഉമ്മയോട് ചോദിച്ചിട്ടുണ്ടോ, ഉമ്മാ നിങ്ങൾക്ക് ഞാനൊരു പുതിയ വസ്ത്രം വാങ്ങിച്ചു തരട്ടെ? ഉമ്മ നിങ്ങളോട് വേണമെന്ന് പറയില്ല, വേണ്ട എന്നേ പറയൂ. എന്നാലും എന്റെ പ്രിയപ്പെട്ടവരെ, ആ ഉമ്മ ചിരിക്കുന്നതൊന്ന് കാണാൻ, ആ ഉമ്മയുടെ സന്തോഷം ഒന്ന് കാണാൻ ചോദിക്കണ്ടേ മുഅ്മിനീങ്ങളെ? ചോദിക്കണം. അൽഖമ എന്ന സ്വഹാബി മരണപ്പെടാൻ ഒരുങ്ങുകയാണ്. സയ്യിദുനാ ബിലാലും സൽമാനുൽ ഫാരിസിയും ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു നബിയോട് കൂടെ ആസന്ന മരണനായ ഈ സ്വഹാബിയെ കാണാൻ പോവുകയാണ്. ബിലാൽ റളിയല്ലാഹു അൻഹു കലിമ ചൊല്ലിക്കൊടുത്തു. കലിമ ചൊല്ലാൻ കഴിയുന്നില്ല, വീണ്ടും ചൊല്ലിക്കൊടുത്തു. നബിയുടെ അടുക്കൽ വന്ന് പറഞ്ഞു, നബിയേ, അൽഖമക്ക് കലിമ ചൊല്ലാൻ കഴിയുന്നില്ലല്ലോ, എനിക്ക് അൽഖമയുടെ ഉമ്മയെ ഒന്ന് കാണണം. ഉമ്മയെ കണ്ടു. ഉമ്മയോട് ചോദിച്ചു, ഉമ്മ നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വല്ലതും അൽഖമയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ? ഉമ്മ പറഞ്ഞത് നമ്മുടെ പലരുടെയും ഉമ്മക്ക് പറയാനുള്ള ഒരു മറുപടി ആയിരിക്കും. എന്താ അത്? ഉമ്മ പറഞ്ഞു, നബിയേ, ഇവൻ കല്യാണം കഴിച്ചതിന് ശേഷം എന്നോടൊരു സ്നേഹബന്ധമല്ല, ഇവൻ എന്നെ അവഗണിക്കുകയാണ്, എന്നോട് മോശമായി പെരുമാറിയിട്ടുണ്ടായിരുന്നു. നിങ്ങളത് മനസ്സിന്ന് മായ്ക്കുവോ? നിങ്ങളത് പുറത്തു കൊടുക്കോ?
അത് മറക്കാൻ കഴിയുന്നില്ല നബിയെ, എനിക്കിപ്പോഴും അതിന്റെ കാര്യത്തിൽ സങ്കടമാണ്. അങ്ങനെയാണെങ്കിൽ അൽക്കമക്ക് കലിമ ചൊല്ലാൻ കഴിയില്ല. ഏതായാലും ഒരു കാര്യം ചെയ്യാം, നമുക്ക് ഒരു വലിയ വിറക് കെട്ടുണ്ടാക്കി വിറക് കൊണ്ടുവന്ന് അൽക്കമയെ അങ്ങ് കരിച്ചു കളയാം. കരിച്ചു കളയാം എന്ന് പറഞ്ഞപ്പോ റസൂലുള്ളാഹിയോട് ഉമ്മ പറഞ്ഞു, വേണ്ട നബിയെ, എന്റെ മകനെ കരിക്കല്ലേ, ഞാൻ എല്ലാം മകന് പുറത്തിരിക്കുന്നു. അപ്പോഴാണ് കലിമ ചൊല്ലാൻ പറയുന്നത്. കലിമ ചൊല്ലുകയും വഫാത്താവുകയും ചെയ്തു. നമുക്ക് മനസ്സിലാക്കാൻ കഴിയേണ്ട കാര്യം, നമ്മൾ നമ്മുടെ ഭാര്യയ്ക്ക് വേണ്ടി, അവരുടെ സന്തോഷത്തിനും സുഖത്തിനും വേണ്ടി വൃദ്ധയായ പ്രായമേറിയ മുഖം ചുളിഞ്ഞ സ്കൂൾ വിദ്യാഭ്യാസമില്ലാത്ത പാവപ്പെട്ട നമ്മുടെ ഉമ്മയെ അവഗണിച്ചാൽ, ഉമ്മയുടെ കണ്ണീര് വീഴ്ത്തിയാൽ കലിമ ചൊല്ലി മരിക്കാൻ കഴിയുമെന്ന പ്രതീക്ഷ നമുക്ക് വേണ്ട. പ്രിയപ്പെട്ട സഹോദര സഹോദരി, ഉമ്മയെ വേദനിപ്പിക്കരുത്. റസൂലുള്ള പറയുന്നു, ഭാര്യക്ക് വഴിപ്പെടുക, പാപ്പാനെയും ഉമ്മാനെ അവഗണിക്കുകയും ചെയ്യുക. അല്ലേ? എന്റെ സ്ഥാപനത്തിനടുത്തുള്ള ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞു, ഉസ്താദേ, എനിക്കൊരു അമ്മായി ഉണ്ടായിരുന്നു. ആ അമ്മായിയെ കല്യാണം കഴിച്ചത് നമ്മുടെ തൊട്ടടുക്കലുള്ള ചളിങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്. അമ്മായിയുടെ ഭർത്താവ് ചെറുപ്പത്തിലേ മരിച്ചുപോയി. 2 മക്കളുണ്ടായിരുന്നു, ഒരാണും ഒരു പെണ്ണും. ആ പെൺകുട്ടിയെ ചെറുപ്പത്തിലെ കല്യാണം കഴിച്ചു. അവർ മദ്രാസില് ഭർത്താവിനോട് കൂടെ ജീവിക്കുന്നു. പിന്നെ ഈ മകനെ പഠിപ്പിക്കാൻ തുടങ്ങി. ഉമ്മ എന്ത് ചെയ്യുന്നുവെന്നറിയുമോ? ഉമ്മ പാടത്ത് പണിക്ക് പോയി, പറമ്പില് പണിക്ക് പോയി. അയൽവാസികളുടെ വീട്ടിൽ കല്യാണം ഉണ്ടാകുമ്പോ ബിരിയാണി വെപ്പിന് സഹായിക്കാൻ പോയി. ഇനി ഒരു പണിയുമില്ലെങ്കിൽ, പാടത്ത് പണിയില്ലെങ്കിൽ, പറമ്പിൽ പണിയില്ലെങ്കിൽ, അച്ചിപ്പായ ഉണ്ടല്ലോ, കൈതോല കൊണ്ടുണ്ടാക്കുന്ന പായ, ഈ പായ ഉണ്ടാക്കി അമ്മായി 3 പീടിക അങ്ങാടിയിൽ കൊണ്ടുവന്ന് വിൽക്കും. അങ്ങനെ മകനെ പഠിപ്പിച്ച് ആ കാലത്ത് അവനെ സിവിൽ എഞ്ചിനീയർ ആക്കി മാറ്റി. അവൻ പഠനത്തിന്റെ ഇടയിൽ വീട്ടിൽ വരുമ്പോ ഇവന് കൊടുക്കുന്ന പോക്കറ്റ് മണിയിൽ ആ ഉമ്മയുടെ കണ്ണീരിന്റെ നനവുണ്ടായിരുന്നു. അങ്ങനെ ഇവൻ ഗൾഫിൽ പോയി. ഖത്തറിൽ നല്ല ഒരു കമ്പനിയിൽ ലക്ഷങ്ങൾ ശമ്പളമുള്ള ഒരു ജോലി കിട്ടി. അന്നത്തെ സിവിൽ എഞ്ചിനീയർ അല്ലേ. അവൻ നാട്ടിൽ തിരിച്ചു വന്നു. അവന്റെ കൂടെ പഠിച്ചിരുന്ന എറണാകുളത്തെ നല്ല ഒരു ഫാമിലിയിലെ ഒരു പെൺകുട്ടിയെ കല്യാണം കഴിച്ചു. കല്യാണത്തിന് ശേഷം പിന്നെ ഇവന്റെ ഭാര്യക്ക് ഉമ്മയുടെ വേണ്ട, ഉമ്മയുടെ അടുക്കൽ താമസിക്കണ്ട. അങ്ങനെ ഉമ്മായുടെ അടുക്കൽ മോൻ എന്ന് പറഞ്ഞു, ഉമ്മ, നമുക്ക് ഈ വീടും പറമ്പും അങ്ങ് വിൽക്കാം, നമുക്ക് എറണാകുളത്ത് നല്ല ഒരു ഫ്ലാറ്റ് വാങ്ങാം. വേണ്ട മോനെ, നമുക്കത് വേണ്ട. അമ്മായി ഒരുപാട് നിർബന്ധം പറഞ്ഞെങ്കിലും അവസാനം ഗത്യന്തരമില്ലാതെ മകന്റെ കൽപ്പനയ്ക്ക് വിധേയമായി കൊണ്ട് ആ വീടും പറമ്പും വിറ്റു. എറണാകുളത്ത് നല്ല ഒരു ഫ്ലാറ്റ് വാങ്ങി. ഈ സഹോദരൻ എന്നോട് പറയുകയാണ്, എന്റെ ഉമ്മക്കൊരിക്കലൊരാഗ്രഹം അമ്മായിയെ ഒന്ന് കാണണമെന്ന്. അമ്മായിയെ കാണാൻ വേണ്ടി ചോദിച്ചപ്പോ ഞാൻ ഉടനടി ഇവരുടെ നമ്പർ സംഘടിപ്പിച്ചുകൊണ്ട് ഈ വീട്ടിലേക്ക് വിളിക്കുകയാണ്. ആ വീട്ടിൽ അമ്മായി ഇല്ല. ഇവനും ഭാര്യയും ഗൾഫിൽ പോയിരിക്കുന്നു. അമ്മായി വീട്ടിൽ ഉണ്ടായിരുന്നില്ല. അമ്മായി ഇല്ലാത്ത ആ വീട്ടിൽ എവിടെയാണെന്ന് ചോദിച്ചപ്പോ അവര് ഞങ്ങളോട് പറഞ്ഞു, ഞങ്ങൾക്ക് നോക്കാൻ കഴിയാത്തത് കൊണ്ട്, ശ്രദ്ധിക്കാൻ കഴിയാത്തത് കൊണ്ട് എറണാകുളത്തെ ഇന്ന സ്ഥലത്തുള്ള വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി ഞങ്ങൾ ആക്കിയിട്ടുണ്ട്. ഞങ്ങൾ അവിടെ പോയി നോക്കാറുണ്ട്. അമ്മായിക്ക് അവിടെ വളരെ സുഖമാണ്. ഞാൻ വണ്ടിയെടുത്തു, എന്റെ ഉമ്മയെ വണ്ടിയിൽ കയറ്റി, എന്റെ ഭാര്യയെയും വണ്ടിയിൽ കയറ്റി. എന്നിട്ട് ഞങ്ങൾ നേരെ ഈ വീട്ടിലേക്ക് പോയി. അവരെ കൂട്ടിയിട്ട് ഞങ്ങൾ ഈ വൃദ്ധസദനത്തിൽ പോയി അമ്മായിയെ കണ്ടു. ആ 100 കണക്കിന് വൃദ്ധരായ ആളുകൾക്കിടയിൽ തലയിൽ തട്ടമിട്ടുകൊണ്ട് അമ്മായി ഞങ്ങളോട് ചിരിച്ചുകൊണ്ട് സംസാരിച്ചു. ഇടക്ക് ഞാൻ ചോദിച്ചു, അമ്മായി, നിങ്ങൾ എന്റെ കൂടെ പോരണോ? അതെ, ഞാൻ നിങ്ങളുടെ കൂടെ പോരുകയാണ്. അമ്മായി വസ്ത്രമൊക്കെ ശരിയാക്കിയിട്ട് ഞങ്ങളോട് കൂടെ പോരുന്നു. ഞങ്ങളോട് കൂടെ പോന്നപ്പോ ഈ മകനുണ്ടല്ലോ, പിന്നെ അവൻ സന്തോഷിക്കുകയാണ്. 4 കൊല്ലം പിന്നെ അമ്മായി നിന്നത് എന്റെ വീട്ടിലാണ്. ഒരിക്കൽ പോലും അവൻ തിരിഞ്ഞു നോക്കിയില്ല. രോഗിയായി അമ്മായി കട്ടിലിൽ കിടക്കാൻ തുടങ്ങി, കാഷ്ടിക്കാൻ തുടങ്ങി, മൂത്രിക്കാൻ തുടങ്ങി. നോക്കാനാണെങ്കിലോ ആരും ഉണ്ടായിരുന്നില്ല. എന്റെ ഭാര്യയല്ലേ, എന്റെ ഭാര്യയോട് സത്യത്തിൽ എത്ര അകന്ന കുടുംബമാണ് എന്റെ അമ്മായി, എത്ര അകന്ന ബന്ധമാണ് എന്റെ അമ്മായി. പക്ഷേ സ്വന്തം ഉമ്മയെ പോലെ എന്റെ ഭാര്യയും
ഇങ്ങനെ ആ കാഷ്ടവും മൂത്രവും ഒക്കെ വാരിക്കൊണ്ടുപോയി ഇടുമ്പോ ഞാൻ പലപ്പോഴും അവളെ സമാധാനിപ്പിക്കും, ഒരിക്കലും നീ പേടിക്കണ്ട, നിനക്ക് അല്ലാഹു ഇതിന് പരലോകത്ത് കൂലി തരും. അതല്ലെങ്കിലോ ഇതുപോലൊരു പ്രയാസം വരുന്നതിൽ നിന്ന് അല്ലാഹു തആല നിനക്ക് കാവൽ നൽകുമെന്ന് പറഞ്ഞ് ഞാൻ എന്റെ ചെറുപ്പക്കാരിയായ ഭാര്യയെ സമാധാനിപ്പിക്കാറുണ്ട്. എന്നോടവൻ പറയുകയാണ്, അങ്ങനെ എന്റെ അമ്മായി ഒരിക്കൽ അങ്ങ് മരിച്ചുപോയി. ചമക്കാലയിലെ പള്ളിക്കാട്ടിലേക്ക് അമ്മായിയെ കൊണ്ടുപോകുന്നതിന്റെ മുമ്പ് ഞാൻ ഇവനെ ഖത്തറിലേക്ക് വിളിച്ചു. അവന്റെ കൂട്ടുകാരൻ ഫോൺ എടുത്തിട്ട് അവൻ പറഞ്ഞു അവൻ ഇവിടെയില്ല. അവനോട് എന്നെ വിളിക്കാൻ പറഞ്ഞു, അവൻ വിളിച്ചില്ല. കുറെ കഴിഞ്ഞ് ഞാൻ രണ്ടാമത് വിളിച്ചിട്ട് അവനോട് പറഞ്ഞു, നിങ്ങളുടെ ഉമ്മ മരിച്ചിട്ടുണ്ട്, ആ കാര്യം പറയാനാ വിളിച്ചത്. അവൻ പറഞ്ഞു എന്നോട്, ആയിക്കോട്ടെ, ഇത്രയും കാലം നിങ്ങൾ തന്നെയല്ലേ നോക്കിയത്, ഇനി ബാക്കി കാര്യങ്ങൾ കൂടെ നിങ്ങൾക്കങ്ങ് ചെയ്യാൻ ഞാൻ സമ്മതം തന്നിരിക്കുന്നു. ഭാര്യക്ക് വഴിപ്പെടുന്നു, ഉമ്മയെ അകറ്റുകയും ചെയ്യുന്നു. റസൂലുള്ള വീണ്ടും പറയുകയാ, അപ്രകാരം തന്നെ പിതാവിനെ അവഗണിക്കുകയും കൂട്ടുകാരനെ വഴിപ്പെടുകയും ചെയ്യുക. പിതാവ് അവനൊരു അപമാനമാണ്. അവൻ സയൻസിന് പഠിക്കുകയാണ്, അവൻ +2 സയൻസ് ഗ്രൂപ്പ് എടുത്ത് പഠിക്കുകയാണ്, അവൻ ഡിഗ്രി ചെയ്യുകയാണ്, അവൻ വലിയ MBBS പഠിക്കുകയാണ്. അങ്ങനെ പഠിക്കുമ്പോ അവന്റെ വാപ്പ അവന്റെ കോളേജിലേക്ക് കയറി വരുമ്പോ കൂട്ടുകാർക്കിടയിൽ അവന് വലിയൊരു മോശം, ഇതിന്റെ വാപ്പയാണെന്ന് പറയാൻ. അങ്ങനെ ഉമ്മയെ നേരത്തെ തന്നെ അവൻ ശട്ടം കെട്ടുകയാണ്. തൽക്കാലം പാരന്റ്സ് മീറ്റിന് ഉപ്പായോട് വരണ്ടെന്ന് പറഞ്ഞേക്ക്, കൊച്ചാപ്പയോട് വരാൻ പറയൂ. കാരണം കൊച്ചാപ്പയാണ് കാണാൻ അത്യാവശ്യം ഗ്ലാമറും ഭംഗിയൊക്കെ ഉള്ളത്. അതുകൊണ്ട് ഉപ്പയെ അവഗണിക്കുന്നു. കൂട്ടുകാർക്കിടയിൽ ഇതെന്റെ ഉപ്പയാണെന്ന് പറയാൻ തയ്യാറാകാത്ത എന്റെ സഹോദര സഹോദരിമാരെ, അങ്ങനെയുള്ള ഒരവസ്ഥ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ നമ്മിലൂടെ ഖിയാമത്ത് നാൾ പുലരുകയാണെന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. ഒന്നുകൂടെ ശക്തമായി, മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം കാര്യകാരണ സഹിതമല്ലേ ഉമ്മയോടുള്ള കാരുണ്യത്തെ കുറിച്ച് അല്ലാഹു പറഞ്ഞത്. കാര്യകാരണ സഹിതം കാര്യം പറഞ്ഞു, കാരണവും പറഞ്ഞു. വവസ്സൈനൽ ഇൻസാന ബിവാലിദൈ, അല്ലാഹു പറയുന്നു, ഉമ്മായോടും ബാപ്പായോടും സ്നേഹത്തോടെ മാത്രമേ വർത്തിക്കാവൂ എന്ന് മനുഷ്യരെ നാം ഉപദേശിച്ചിട്ടുണ്ട്. ഉമ്മയുടെ കാര്യം പറയാണ്. എന്താണ് ഉമ്മയുടെ കാര്യം? ഞാൻ പറയുമ്പോ നിങ്ങളുടെ മുഖം ചുളിഞ്ഞ, കണ്ണുകൾ കുഴിഞ്ഞ പാവപ്പെട്ട ഉമ്മയെ നിങ്ങളൊന്ന് മനസ്സിൽ കാണുമോ? നിങ്ങൾക്ക് വേണ്ടി ജീവിച്ച ഉമ്മ, ആ ഉമ്മ ചെയ്ത എന്ത് പ്രവർത്തനമാണെന്ന് അല്ലാഹു പറയുന്നത്. ഹമലത്ഹു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ, പ്രയാസത്തിനുമേൽ പ്രയാസമായിക്കൊണ്ട് ആ ഉമ്മ അവനെ ഗർഭം ചുമന്നിരിക്കുന്നു. ഗർഭം. പക്ഷേ നാം ആരും ഉമ്മ നമുക്ക് വേണ്ടി സഹിച്ച ആ ഗർഭത്തിന്റെ വേദന അറിയുന്നവരല്ല. അറിയുന്ന ഒരു സമയമുണ്ട്. എപ്പോ നമ്മുടെ ഭാര്യ ഗർഭിണിയാകുമ്പോ എന്തൊരു സന്തോഷമാണ്, അതിനോടുകൂടെ എന്തൊരു സങ്കടമാണ്. പിന്നെ അവർക്ക് നമ്മൾ റെസ്റ്റ് വിധിക്കുന്നു, പിന്നെ അവർക്ക് നമ്മൾ ഫ്രൂട്ട്സുകൾ വാങ്ങിക്കുന്നു, ഇടക്കിടക്ക് നമ്മൾ അവരെ ഗൈനക്കോളജിസ്റ്റിനെ കാണിക്കുന്നു, അവർക്ക് വേണ്ട എല്ലാ സംവിധാനങ്ങളും നമ്മൾ ചെയ്തു കൊടുക്കുന്നു, അല്ലേ? എന്തൊരു സന്തോഷവും എന്തൊരു സങ്കടവും. അങ്ങനെ നമ്മൾ കൂടെ നിൽക്കുമ്പോ നമ്മൾ കാണാറില്ലേ, ഒരു ഭക്ഷണം അവർക്ക് കഴിക്കാൻ വയ്യ, ഛർദിക്കുകയാണ്, മനം പുരട്ടുകയാണ്, തിരിയാൻ വയ്യ, മറിയാൻ വയ്യ. ഈ മകനെ താരാട്ട് പാടിക്കൊണ്ട് നമ്മുടെ ഭാര്യ നമ്മുടെ കുഞ്ഞിനെ ഇങ്ങനെ ചുമക്കുകയാണ്. നമ്മൾ കാണാറുണ്ടോ? ഇതുപോലെ ഒരിക്കൽ എന്റെ ഉമ്മ എന്നെ ഗർഭം ചുമന്നു എന്ന് ചിന്തിക്കാൻ ഉമ്മയോട് പോകാൻ പറയുമ്പോ, പോയി പണി നോക്കാൻ പറയുമ്പോ, ഉമ്മയെ ചീത്ത പറയുമ്പോ, ഉമ്മയുടെ
ഖബറിന്റെ അവിടെ പോകാൻ മടിക്കുമ്പോ എന്റെ സഹോദരിമാരെ, കല്യാണം കഴിഞ്ഞ് നിങ്ങളുടെ വീടുകളിൽ സന്തോഷത്തോടെ കഴിയുമ്പോ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി നിങ്ങൾ കഷ്ടപ്പെടുന്നത് പോലെ നിങ്ങൾക്ക് വേണ്ടി സങ്കടപ്പെട്ട ആ ഉമ്മയുടെ മുഖം നിങ്ങൾ ഓർക്കാറുണ്ടോ? ഗർഭത്തിന്റെ പ്രയാസങ്ങൾ ദിവസങ്ങളോളം മാസങ്ങളോളം അവർ ജീവിക്കുകയായിരുന്നു നമുക്ക് വേണ്ടി. ആ കുഞ്ഞ് അവരുടെ എല്ലാമായിരുന്നു. നമ്മൾ നമ്മുടെ ഉമ്മയുടെ എല്ലാമായിരുന്നു. പിന്നെ ആ ഉമ്മ നമ്മളെ പ്രസവിച്ചില്ലേ? നമ്മുടെ ഭാര്യ നമ്മുടെ കുഞ്ഞുങ്ങളെ പോറ്റുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? ഒന്ന് കരയുമ്പോ, കാഷ്ടിക്കുമ്പോ, മൂത്രിക്കുമ്പോ, എല്ലാ സങ്കടങ്ങൾക്കും ഞാനും നിങ്ങളുമൊക്കെ കട്ടിലിൽ സുഖമായിട്ടുറങ്ങുമ്പോ ആ കുഞ്ഞിന്റെ ചെറിയ കരച്ചിൽ കേൾക്കാൻ പോലും കഴിയാതെ നമ്മളിങ്ങനെ തിരിഞ്ഞും മറിഞ്ഞും കിടക്കുമ്പോ ഉമ്മ അഥവാ നമ്മുടെ ഭാര്യ എഴുന്നേറ്റ് ആ കുഞ്ഞിനെ ഇങ്ങനെ താരാട്ട് പാടുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? ഇതുപോലൊരു താരാട്ട്, താലോലം 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 കുഞ്ഞേ എന്ന് പാടിക്കൊണ്ട് താരാട്ട് പാടി നമ്മെ ഉറക്കിയ നമ്മുടെ പ്രിയപ്പെട്ട മാതാവിനെയാണോ നമ്മൾ അവഗണിക്കുന്നത്? അല്ലാഹു പറയുന്നു, വഫിസാലുഹു ഫീ ആമൈൻ. 2 കൊല്ലം ഉമ്മ മുല നൽകി. 2 കൊല്ലം അല്ലേ? ഉമ്മയെ ചവിട്ടുന്ന മക്കൾ പത്രത്തിൽ കാണാറുണ്ട്. ഓർക്കാറില്ല അവന്റെ കാലുകൾക്കൊരൽപ്പം മുകളിലായി ആ ഉമ്മയുടെ ഒരടയാളം, മായ്ക്കാൻ കഴിയാത്ത ഒരടയാളം അവന്റെ ശരീരത്തിലുണ്ട്. അഥവാ അതവന്റെ പൊക്കിൾ കൊടിയാണ്. അവന്റെ പൊക്കിൾ കൊടി ഉമ്മായുടെ അടയാളമാണ്, പൊക്കിളിന്റെ ആ ഭാഗം. കാരണം അതിലൂടെയാണ് ഉമ്മയുടെ രക്തം അവൻ കുടിച്ചിരുന്നത്. ഉമ്മയുടെ ശരീരത്തിൽ നിന്ന് അവൻ തന്റെ ശരീരത്തിലേക്ക്, ഞാനും നിങ്ങളും നമ്മുടെ ശരീരത്തിലേക്ക് ഭക്ഷണം ആവാഹിക്കുകയുണ്ടായത്. വഫിസാലുഹു ഫീ ആമൈൻ. പിന്നെ എന്ത് ചെയ്തു? നമ്മെ ചിരിക്കാൻ പഠിപ്പിച്ചു. അവർ നമ്മെ എഴുന്നേൽക്കാൻ പഠിപ്പിച്ചു, നമ്മെ ഉമ്മ എന്ന് വിളിക്കാൻ പഠിപ്പിച്ചു, നമ്മെ ഭക്ഷണം കഴിക്കാൻ പഠിപ്പിച്ചു. ഉമ്മ തരാത്ത എന്തെങ്കിലും ഒരനുഗ്രഹമുണ്ടോ പ്രിയപ്പെട്ടവരെ? എല്ലാം നൽകുന്നത് ഉമ്മയാണ്. ഉമ്മായുടെ സ്നേഹം ഒരിക്കലും മക്കളെ ഉമ്മമാര് വെറുക്കാറില്ല. നമ്മൾ ആലോചിക്കുന്നുണ്ടോ? ഇന്നത്തെ ഉമ്മമാർക്ക് മക്കളോടുള്ളതിനേക്കാൾ വലിയ സ്നേഹം അന്നത്തെ ഉമ്മമാർക്ക് മക്കളോടുണ്ടായിരുന്നു. എന്തൊരു സ്നേഹം! ആ സ്നേഹത്തിന് എന്ത് തിരിച്ചു നൽകി നമ്മൾ? ചിന്തിച്ചു നോക്ക് നിങ്ങൾ. ഇന്ന് ഉമ്മയെ നമ്മൾ ഇങ്ങനെ കണ്ണുരുട്ടി നോക്കുമ്പോ, ഉമ്മയോട് പോയി പണി നോക്കാൻ പറയുമ്പോ, ഉമ്മായുടെ അടുക്കലേക്ക് ലോകം മുഴുവൻ ബൈക്കെടുത്ത് കറങ്ങുന്നവനെ ഉമ്മാന്റെ അടുക്കലൊന്ന് പോയിട്ട് എന്താണ് ഉമ്മ എന്നൊന്ന് ചോദിക്കാൻ കഴിയാത്ത നമ്മള്. എന്റെ സഹോദരിമാരെ, ദിവസത്തിൽ, വർഷത്തെ, മാസത്തിൽ ഒരു ദിവസമെങ്കിലും ഉമ്മായുടെ അടുക്കൽ പോയിട്ട് നിങ്ങൾ ഉണ്ടാക്കുന്ന കഞ്ഞി ഉമ്മാക്ക് വിളമ്പിക്കൊടുക്കാൻ കഴിയാത്ത, നിങ്ങളുണ്ടാക്കുന്ന ചമ്പന്തി ഉമ്മാക്ക് വിളമ്പിക്കൊടുക്കാൻ കഴിയാത്ത, ഉമ്മാന്റെ വസ്ത്രം ഒരു ദിവസമെങ്കിലും ഒന്ന് അലക്കി കൊടുക്കാൻ കഴിയാത്ത നിങ്ങളോ എന്ത് പറയാനാണ് എന്റെ സഹോദരി സഹോദരന്മാരെ? നമ്മൾ ആലോചിക്കണ്ടേ ആ ഉമ്മ നമുക്ക് വേണ്ടി കഷ്ടപ്പെട്ട സ്നേഹത്തിന്റെ, ത്യാഗത്തിന്റെ കഥകൾ എന്താ? ഞാൻ പലപ്പോഴും ആലോചിക്കാറുണ്ട്. ഞാൻ ഇതുപോലെ എവിടെയെങ്കിലുമൊക്കെ വാതിന് പോയാൽ എന്റെ അടുക്കൽ ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളുടെ വാപ്പാരെ കാണാറുണ്ട്. ഉദാഹരണമായി എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് മൻസൂർദീൻ ഉസ്താദിന്റെ 2 മക്കൾ ഞാൻ പഠിപ്പിക്കുന്ന കോളേജിൽ പഠിക്കുന്നുണ്ട്. ഇൻഷാ അല്ലാഹ് സ്ഥാപനത്തെ കുറിച്ച് ഞാൻ പറയാം. 2 കുട്ടികൾ പഠിക്കുന്നുണ്ട്. അതുപോലെ എവിടെ പോയാലും ഏതെങ്കിലും കുട്ടികളുടെ ഉമ്മാരെയും ഉപ്പാരെയും ഒക്കെ കാണുമ്പോ, വാപ്പയെ കാണുമ്പോ എന്നോട് മക്കളെ കുറിച്ച് ഇങ്ങനെ വാ തോരാതെ സംസാരിക്കാറുണ്ട്. ചില ഉമ്മാര് പറയും, മോനെ കുറിച്ച് ചോദിക്കും, എന്നിട്ട് എന്നോട് കരയും. എന്നിട്ട് ചിലര് പറയും, ഉസ്താദേ അവനെ കുറിച്ച് ഓർക്കാത്ത ഒരു ദിവസം ഞങ്ങളുടെ ജീവിതത്തിലില്ല, ഞങ്ങളുടെ എല്ലാം അവര് തന്നെയാണ്. എന്നാലും പടച്ചോന് വേണ്ടിയല്ലേ, അള്ളാഹുവിന്റെ ദീനിന് വേണ്ടിയല്ലേ, അവരുടെ ഗുണത്തിന് വേണ്ടിയല്ലേ ഉസ്താദേ ദുആ ചെയ്യണമെന്ന് ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികളുടെ വാപ്പാരും ഉമ്മാരും എന്നോട് പറയുമ്പോ, ഈ അടുത്തൊരു ദിവസം ഞാനിതിങ്ങനെ കേട്ടിട്ട് എന്റെ ഉമ്മയോട് ഞാൻ ചോദിച്ചു, ഉമ്മ നിങ്ങൾക്ക് എന്നോട്
എന്നോടൊരു സ്നേഹം ഉണ്ടായിരുന്നില്ല അല്ലേ? ഉമ്മ പറഞ്ഞു, എന്താടാ നീ അങ്ങനെ പറയുന്നത്? ഞാൻ പറഞ്ഞു, ഞാൻ എത്ര തവണ പോകുന്നില്ല എന്ന് പറഞ്ഞ് ദാറുൽ ഹുദയിൽ നിന്ന് ഞാൻ ഒഴിഞ്ഞു പോന്നിട്ടുണ്ട്. അപ്പോഴൊക്കെ നിങ്ങൾ എന്നെ ചീത്ത പറഞ്ഞു. നിങ്ങൾ നിങ്ങളുടെ മുഖത്തൊന്നും കാണിക്കാതെ എന്നെ രണ്ടാമതും ഓരോരുത്തരെ കൂട്ടിയിട്ട് അങ്ങോട്ട് പറഞ്ഞയച്ചു. ഉസ്താദുമാരെ വിളിച്ചിട്ട് ഈ കാര്യം പറഞ്ഞു. അവരെന്നെ അതിന്റെ പേരിൽ ഒരുപാട് ബുദ്ധിമുട്ടിച്ചു. അങ്ങനെ ഉമ്മ ചെയ്തില്ലേ എന്നൊക്കെ ഞാൻ ഇങ്ങനെ രസമായി തമാശയിൽ ചോദിച്ചപ്പോ ഉമ്മ എന്നോട് പറഞ്ഞ ഒരു കാര്യമാണ്, നിന്റെ ഒന്നും കാര്യം പറയാത്ത, നിനക്ക് വേണ്ടിയൊന്നും ദുആ ചെയ്യാത്ത ഒരു ദുആയും ഞാൻ നടത്താറില്ല പൊന്നുമോനെ. ഇന്നും രണ്ട് കൈകൾ ഉയർത്തി ദുആ ചെയ്യുമ്പോ നിങ്ങളൊക്കെ ആ ദുആകളിലുണ്ട് മോനെ എന്ന് പറഞ്ഞിട്ട് ഉമ്മ എന്നോട് പറഞ്ഞു, അന്നെങ്ങാനും നീ പോകുന്നില്ല എന്ന് പറയുമ്പോ ഞാൻ പോകുന്ന, നീ പോവണ്ടെങ്കിൽ പോവണ്ട എന്ന് ഞാൻ പറഞ്ഞിരുന്നെങ്കിൽ നിനക്കിന്ന് ഇതുപോലെ പ്രസംഗിക്കാൻ പറ്റുമായിരുന്നോടാ, നിനക്കിന്ന് ഇതുപോലെ കുട്ടികളെ പഠിപ്പിക്കാൻ പറ്റുമായിരുന്നോടാ എന്നോട് എന്റെ ഉമ്മ ചോദിച്ചത് ഞാൻ ഓർത്തു പോവുകയാണ്. അള്ളാഹു ദീർഘായുസ് നൽകുമാറാകട്ടെ, അള്ളാഹു ആരോഗ്യം നൽകുമാറാവട്ടെ. ഇതാണ് ഉമ്മാന്റെ സ്നേഹം എന്ന് പറഞ്ഞാൽ. വൈക്കം മുഹമ്മദ് ബഷീർ വലിയ എഴുത്തുകാരനാണ് മലയാളത്തിലെ. ഉമ്മയെ കുറിച്ച് ഒരുപാട് എഴുതിയിട്ടുണ്ട്. പാത്തുമ്മയുടെ ആട് വായിച്ചാൽ ബഷീറിന്റെ ഉമ്മയെ കുറിച്ച് ഒരുപാട് ഡീറ്റെയിൽസ് നമുക്ക് കിട്ടും. ബഷീർ അമ്മ എന്ന ഒരു കഥ ഓർമ്മക്കുറിപ്പ് എന്ന പുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. കഥയുടെ പേര് അമ്മ എന്നാണ്. അമ്മ ഉമ്മയെ കുറിച്ച് എഴുതിയതാണ്. എന്നിട്ട് ബഷീർ അതിന്റെ ആദ്യത്തെ വരികൾ എഴുതുന്നത്, ദൂരെ എവിടെയോ താമസിക്കുന്ന മകന് അമ്മ എഴുതുകയാണ്, മകനെ ഞങ്ങൾക്ക് നിന്നെ ഒന്ന് കാണണം. അക്ഷരവടിവില്ല, വ്യാകരണമില്ല, എന്നാലും ആ അമ്മയുടെ ഹൃദയം അതിൽ തുറന്നു വെച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടാണ് ഈ കഥ ഇങ്ങനെ തുടങ്ങുന്നത്. എന്നിട്ട് ബഷീർ അദ്ദേഹത്തിന്റെ അനുഭവം പറയാൻ, ഉമ്മായ അമ്മയെ വിട്ടുപോയത്, വീട്ടിൽ നിന്നിറങ്ങിപ്പോയത്, ബ്രിട്ടീഷുകാര് പിന്നാലെ വന്നത്, ലോക്കപ്പിലിട്ട് മർദ്ദിച്ചത്, കുറെ കാലം ആരും അറിയാത്തടത്ത് താമസിച്ചത്. അങ്ങനെ ഒരിക്കൽ അമ്മക്ക് കത്തെഴുതിയിട്ടുണ്ടായിരുന്നു. ആ കത്തിന് മറുപടിയായിട്ടാണ് അമ്മ എഴുതുന്നത്, എനിക്ക് നിന്നെ ഒന്ന് കാണണം. ബഷീർ പറയുന്നു, എന്റെ മനസ്സിൽ അമ്മയെ കാണണമെന്ന് തോന്നി. നമുക്കത് ഉമ്മ എന്ന് പറയാം. ഉമ്മയെ കാണണമെന്ന് തോന്നി. ഞാൻ പകല് പോയാൽ പോലീസുകാർ പിടിക്കും. രാത്രി ആരും കാണാതെ ഞാൻ വൈക്കത്തെത്തി. രാത്രി 3 മണിയാണ്. വൈക്കത്ത് നിന്ന് 7 നാഴിക തലയോല പറമ്പിലേക്ക് ഞാൻ നടന്നു. ആ നടത്തമൊക്കെ ബഷീർ ഇങ്ങനെ വിവരിക്കുന്നുണ്ട്. ഞാൻ നടന്നു. ഞാനങ്ങനെ വീടിന്റെ വാതിലിൽ ഉമ്മറപ്പടിയിൽ കയറി. ഞാൻ ഇങ്ങനെ നോക്കി വാതിലിന്റെ പഴുതിലൂടെ. ഞാനിങ്ങനെ നോക്കിയപ്പോ ഞാൻ കാണുന്നു, ഒരു വിളക്കും കത്തിച്ചു വെച്ച് ചോറും വിളമ്പി വെച്ച് ഉമ്മ ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ വാതിലിൽ മുട്ടി. ഉമ്മ എഴുന്നേറ്റ് വാതിൽ തുറന്നു. എന്നോട് പറഞ്ഞു, മോനെ കൈ കഴുക്, ചോറ് കഴിക്ക്. ഞാൻ ചോദിച്ചു ഭക്ഷണം കഴിക്കുന്നതിനിടയിൽ, ഉമ്മാ ഞാൻ ഇന്ന് വരും എന്ന് എങ്ങനെയാ നിങ്ങൾ അറിഞ്ഞത്? ഉമ്മ എന്നോട് അതിന് മറുപടി പറഞ്ഞു, മോനെ നീ ഇന്ന് വരും എന്ന് കരുതിയിട്ട് എല്ലാ ദിവസവും ഇതുപോലെ ഞാൻ ചോറും വിളമ്പി വെച്ച് നിന്നെയും കാത്തിരിക്കാറുണ്ട്. ബഷീർ പിന്നൊന്നും പറയുന്നില്ല. അതും പറഞ്ഞിട്ട് ആ കഥ അവിടെ അവസാനിപ്പിക്കുകയാണ്. ഉമ്മാന്റെ സ്നേഹം ഇതുപോലെ നിങ്ങളെയൊക്കെ സ്നേഹിച്ച ഉമ്മമാരുണ്ടാവില്ലേ? നിങ്ങളെ കാത്തിരുന്ന ഉമ്മമാർ ഇന്നും അങ്ങനെ തന്നെയാണ്, അതിന് മാറ്റമില്ല. അല്ലാഹു ഖുർആനിൽ പറയുന്നു, അതുകൊണ്ട് അൻഷ്കുർലി, എനിക്ക് നിങ്ങൾ നന്ദി ചെയ്യണേ, വലി വാലിദൈക്, നിങ്ങളുടെ മാതാവിനും പിതാവിനും നിങ്ങൾ നന്ദി ചെയ്യണേ എന്ന് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറയാണ്. അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. എന്താ തീരെ, എന്ത് ചെയ്താലാ തീര? ഇതിനെപ്പറ്റി അള്ള പറഞ്ഞത് എന്താ? അർഹാം എന്നാണ്. അർഹാം, റഹീം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഗർഭപാത്രം. അള്ളാഹു പറഞ്ഞത് എന്താ? എന്റെ ഒരു നാമത്തിന്റെ ഭാഗമാണത്. അള്ളാന്റെ പേരാണ് റഹ്മാൻ റഹീം. അതിൽ നിന്ന് വന്നത് തന്നെയാണ് റഹീം. അത് കാരുണ്യമാണ് അല്ലേ? ആ കാരുണ്യം നിങ്ങൾ ചെയ്യണേ, നിങ്ങൾ ബന്ധം ചേർക്കണേ. അങ്ങനെ നിങ്ങൾ ചെയ്താൽ അവൻ എന്റെ അർശിന്റെ താഴ്ഭാഗത്ത് ഖിയാമത്ത് നാളിൽ വരുമെന്ന് അല്ലാഹു പറയുന്നതായി അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ, അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ.
ഒരു സ്വഹാബി നബിയോട് വന്ന് പറഞ്ഞു, നബിയെ, എന്റെ ഉമ്മ എന്നെ വീട്ടിലേക്ക് കയറാൻ സമ്മതിക്കുന്നില്ല, ചീത്ത പറയാണ്, വല്ലാത്ത ചീത്ത പറയുകയാണ്, എന്ത് ചെയ്യണം? മോനെ, നിന്റെ ഉമ്മാന്റെ അടുക്കലേക്ക് പോകണം, എന്നിട്ട് ഉമ്മാന്റെ കാലിൽ പിടിക്കണം, ഉമ്മയോട് മാപ്പ് ചോദിക്കണം. നിന്റെ ഉമ്മ നിന്നോട് പറയുകയാണ്, നിന്റെ ശരീരത്തിൽ നിന്ന് ഒരു മാംസം അങ്ങ് മുറിച്ചെടുക്കാൻ പറഞ്ഞാൽ നീ നിന്റെ ഉമ്മക്കങ്ങ് മുറിച്ചെടുത്തു കൊടുത്താൽ നീ ഉമ്മയോട് പാലിക്കേണ്ട മര്യാദയിൽ 1/4 പോലും പാലിച്ചവനല്ലെന്ന് മുഹമ്മദ് മുസ്തഫ. ആവേശത്തോടെ പറയൂ, പ്രത്യേകിച്ച് എന്റെ ഉമ്മമാരെ, അല്ലേ, നിങ്ങൾക്ക് വേണ്ടിയാണ് മുത്തുനബി മുഹമ്മദ് മുസ്തഫ. മേരാ ദിൽ തടപ്പ് രഹാ ഹൈ, മേരാ ജൽ രഹാ ഹൈ സീനാ, के दवा वही मिलेगी, मुझे ले चलो मदीना, मुझे ले चलो मदीना, तस्वीर मुस्तफा जो आंखें तरस रही है. വളരെ വിശദമായി ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മുടെ ഹൃദയത്തിന്റെ സ്നേഹം, അങ്ങോട്ടും ഇങ്ങോട്ടുള്ള സ്നേഹം നിലനിർത്തിയ കാരുണ്യവാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം നമ്മളത് തിരിച്ചു പിടിക്കണം. ഉമ്മയെ കാണുക, ഉപ്പയെ കാണുക, രണ്ടുപേരെയും സ്നേഹിക്കുക. ഒരു സ്വഹാബി വന്നുകൊണ്ട് നബിയോട് ചോദിക്കുകയാണ്, ഞാൻ വന്നിരിക്കുന്നത് അങ്ങയോട് ബൈഅത്ത് ചെയ്യുവാനാണ്, അലൽ ഹിജ്റതി വൽ ജിഹാദ്. രണ്ടെണ്ണാ പറഞ്ഞത്, രണ്ടും വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. ഒന്ന് നാട് വിട്ടു പോകണം, മറ്റൊന്ന് ജിഹാദ് ചെയ്യണം, യുദ്ധം ചെയ്യണം. ഞാൻ അങ്ങയോട് കൂടെ നിൽക്കാം. റസൂലുള്ള ചോദിച്ചു, നിന്റെ ഉമ്മയും ഉപ്പയും ജീവിച്ചിരിക്കുന്നുണ്ടോ? അതെ എന്ന് മറുപടി പറഞ്ഞപ്പോൾ, ഇർജിഅ ഇലൈഹിമാ, നീ അവരിലേക്ക് തിരിച്ചു പോകണേ, ഫജാഹിദ്, എന്നിട്ട് അവരുടെ കാര്യത്തിൽ നീ ജിഹാദ് ചെയ്യണേ എന്ന് അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് മുസ്തഫ. അവിടുന്ന് പറയുന്നു, 3 കാര്യങ്ങൾ അല്ലാഹു തആല സ്വീകരിക്കില്ല. ആ കാര്യത്തിന്റെ കൂടെ 3 കാര്യങ്ങൾ ഇല്ല എങ്കിൽ, ഞാൻ ആ പോയിന്റ് മാത്രം പറയാണ്. 1, നിസ്കാരം അല്ലാഹു തആല സ്വീകരിക്കില്ല, ഇല്ല മഅസ് സക്കാ, അവൻ സക്കാത്ത് കൊടുക്കാത്ത ആളാണെങ്കിൽ. ഇഷ്ടംപോലെ ആൾക്കാരുണ്ടാവും ഈ ഉമ്മത്തിൽ നിന്ന് അവസാനമായിട്ട് അല്ലാഹു തആല എടുത്തു കളയുന്ന അമൽ നിസ്കാരമായിരിക്കുമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. പക്ഷെ ആ നിസ്കാരം അല്ലാഹു സ്വീകരിക്കണമെങ്കിൽ അവൻ സക്കാത്ത് കൊടുക്കുന്നയാളാകണം. കാരണം വഅഖീമുസ് സ്വലാത്ത വആതുസ് സക്കാ, 27 സ്ഥലങ്ങളിൽ സക്കാത്തിനെയും നിസ്കാരത്തെയും അല്ലാഹു തആല ചേർത്ത് പറഞ്ഞു. 2, അള്ളാഹുവിന് വഴിപ്പെടുന്നത് അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ തീർച്ചയായും അവൻ റസൂലിനും വഴിപ്പെടുന്നയാളാകണം. ഖുൽ അതീഉല്ലാഹ വ അതീഉർ റസൂൽ, അങ്ങനെയാണ് ഖുർആനിലുള്ളത്. നിങ്ങൾ അള്ളാഹുവിന് വഴിപ്പെടുക. ഞാൻ അള്ളാഹ് പറഞ്ഞത് മാത്രമേ കേൾക്കുള്ളൂ, ഞാൻ റസൂലുള്ളാഹിന്റെ സുന്നത്തൊന്നും സ്വീകരിക്കില്ല എന്ന് പറഞ്ഞാൽ അവൻ അല്ലാഹു തആലയ്ക്ക് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെ അള്ളാഹു സ്വീകരിക്കില്ല. 3, അല്ലാഹു സ്വീകരിക്കുകയില്ല ശുക്റുല്ലാഹി ഇല്ലാ മഅ ശുക്രി വാലിദൈൻ, ഉമ്മാക്കും ഉപ്പാക്കും നന്ദി ചെയ്യാതെ അള്ളാഹുവിനുള്ള നന്ദി അല്ലാഹു തആല സ്വീകരിക്കുകയില്ല എന്ന് ആദരവായ മുഹമ്മദ് മുസ്തഫ. ഒന്നുകൂടെ ശക്തമായി മുഹമ്മദ് മുസ്തഫ. നിങ്ങൾ ഉപ്പയാണെങ്കിൽ നിങ്ങൾക്ക് വേണ്ടിയാ എനിക്ക് വേണ്ടിയാ അള്ളാഹുവിന്റെ ഹബീബ് പറഞ്ഞത് അള്ളാഹു സ്വീകരിക്കുകയേ ഇല്ല. എന്തുകൊണ്ടെന്നാൽ അള്ളാഹു പറഞ്ഞത് അനിഷ്കുർലി, എനിക്ക് നിങ്ങൾ നന്ദി ചെയ്യണം, വലി വാലിദൈക്, നിങ്ങളുടെ മാതാവിനും പിതാവിനും നിങ്ങൾ നന്ദി ചെയ്യണം. എന്ത് ചെയ്താലും അതൊന്നും പകരമാവില്ല. അതുകൊണ്ടല്ലേ ഒരു സ്വഹാബി നബിയോട് വന്ന് ചോദിച്ചു, യാ റസൂലല്ലാഹ് മൻ അഹഖുന്നാസി ബിഹുസ്നി സുഹബതി, എന്റെ കുടുംബ ബന്ധങ്ങളിൽ നിന്ന് എനിക്ക് ഏറ്റവും ബന്ധമുണ്ടാകേണ്ടത് ആരോടാണ്? അവിടുന്ന് പറഞ്ഞു ഉമ്മുക്ക, കാരണം ആ ഉമ്മയല്ലയോ നിന്നെ ഗർഭം ചുമന്നത്, അതുകൊണ്ട് നിന്റെ ഉമ്മ തന്നെയാണ്. പിന്നെ ആരാണ്?
പിന്നെയും നിന്റെ ഉമ്മയാണ്. എന്തുകൊണ്ടെന്നാൽ ആ ഉമ്മ നിന്നെ വേദന സഹിച്ചുകൊണ്ട് പ്രസവിച്ചില്ലേ, അതുകൊണ്ട് നിന്റെ ഉമ്മയാണ്. മൂന്നാമതാരാണ്? അപ്പോഴും പറഞ്ഞു ഉമ്മുക്ക, നിന്റെ ഉമ്മയാണ്. ആ ഉമ്മ നിനക്ക് മുല നൽകിയില്ലേ, പിന്നെ ആരാണ്? പിന്നെ നിന്റെ ഉപ്പയാണ്. നാലാമത്തെ പ്രാവശ്യമാണ് അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞത്, പിന്നെ നിന്റെ ഉപ്പയാണ്. ഏറ്റവും കൂടുതൽ ഇവരുടെ കാര്യത്തിൽ മക്കൾ പരീക്ഷിക്കപ്പെടുന്നത് ഇവർ വൃദ്ധന്മാരായാലാണ്. അത് പരീക്ഷണം വിജയിക്കുവാനുള്ളത് മാത്രമാകണം. ഹുമാ ജന്നതുക വനാറുക. നീ സ്വർഗത്തിൽ കടക്കണമെന്നതും നരകത്തിൽ കടക്കണമെന്നതും തീരുമാനിക്കുന്നത് നിന്റെ ഉമ്മയും ഉപ്പയുമാണെന്ന് മുഹമ്മദ് മുസ്തഫ അള്ളാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ. ഒരു തീരുമാനമെടുക്കണം. എന്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു ഇബാദത്തായി ഉമ്മാക്ക് ഞാൻ ചെയ്തു കൊടുക്കുന്നത് സ്വീകരിക്കും എന്ന കാര്യം. മടിയാണ് അല്ലേ? ഉമ്മ പറയുന്നു, മോനെ എനിക്കെന്റെ ഊരയുടെ ഭാഗത്ത്, എന്റെ പിൻഭാഗത്ത് വല്ലാത്ത വേദനയുണ്ട്, ഡിസ്കിന് കംപ്ലൈന്റ് ആണ്. ഇനിയിപ്പോ എന്താപ്പോ, അത് സാരില്ല, അത് തൽക്കാലം ഒരു തൈലം തേച്ചാൽ മതി, ശരിയാവും. പറയരുത്. കൊണ്ടുപോകണം, ചികിത്സിക്കണം, പണം ചെലവഴിക്കണം. ഉമ്മയെ സ്നേഹമുള്ളവർ നിങ്ങൾ ആലോചിക്കണം, എങ്ങനെയാണ് ഒരു പെണ്ണിന് ഊരവേദന വരുന്നത് എന്ന്. പലപ്പോഴും ആരോഗ്യ മാസികകളിലൊക്കെ വരാറുണ്ട്. പ്രസവത്തിന്റെ സമയത്ത് ഡിസ്ക് കംപ്ലൈന്റ് വരുവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഗർഭത്തിലുള്ള കുഞ്ഞിനെ തള്ളി 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 അങ്ങ് പുറത്തേക്ക് കൊണ്ടുവരുമ്പോ ഒരു പക്ഷേ പിന്നിലുള്ള അവളുടെ ഡിസ്കിന് കംപ്ലൈന്റ് വരാൻ സാധ്യതയുണ്ട്. അതിലെ കശേരുക്കൾ ഇങ്ങനെ അകന്നകന്നകന്ന് സഹിക്കാൻ കഴിയാത്ത വേദന ഒരുപക്ഷെ അവരുടെ വാർദ്ധക്യ കാലത്ത് വരുമ്പോ, അത് അനുജൻ നോക്കിക്കോട്ടെ, അത് ജ്യേഷ്ഠൻ നോക്കിക്കോട്ടെ എന്ന് പറഞ്ഞ് അവഗണിക്കല്ലേ. നിങ്ങളുടെ കാര്യമാണ്. ഓരോരുത്തരും കരുതേണ്ടത്, എന്റെ ഉമ്മയെ ചികിത്സിക്കേണ്ടത് ഞാനാണ്, എന്റെ ഉപ്പയെ ചികിത്സിക്കേണ്ടത് ഞാനാണ്. കഴിയുമോ നിങ്ങൾക്ക്? അല്ലാഹു പറയുകയാണ്, വബിൽ വാലിദൈനി ഇഹ്സാനാ. ഞാൻ ആ ആയത്ത് പൂർണ്ണമായിട്ട് ഓതുന്നില്ല. അല്ലാഹു പറയുന്നു, ഉമ്മാക്കും ബാപ്പാക്കും നിങ്ങൾ ഗുണം ചെയ്യണം. എങ്ങനെ? ഇമ്മാ യബ്ലുഗന്ന ഇൻദകൽ കിബറ അഹദുഹുമാ ഔ കിലാഹുമാ. അല്ലാഹു പറയാണ്, നിങ്ങളുടെ ഇടയിൽ വെച്ച് അവർക്ക് വാർദ്ധക്യം എത്തിക്കഴിഞ്ഞാൽ. എന്താ വാർദ്ധക്യത്തിന്റെ പ്രത്യേകത? ജീവിതം തിരിച്ചു നടക്കുന്ന ഘട്ടമാണ് അല്ലേ? കുട്ടിപ്രായത്തിലേക്ക് ഒരാൾക്ക് പ്രായം നൽകിക്കഴിഞ്ഞാൽ, യാസീനിലുള്ള ആയത്താണ്, നുനക്കിസ്ഹു ഫിൽ ഖൽഖ്, അവന്റെ സൃഷ്ടിപ്പിനെ നാം കീഴ്മേൽ മറിക്കുന്നു എന്ന് പറഞ്ഞാൽ, അവന്റെ ശൈശവത്തിലേക്ക് അവൻ കുട്ടിപ്രായത്തിൽ കിടന്ന് മൂത്രിക്കുകയായിരുന്നു, കിടന്ന് കാഷ്ടിക്കുകയായിരുന്നു, ഭക്ഷണം വായിലേക്ക് വെച്ചു കൊടുക്കേണ്ടിയിരുന്നു. ഈ ഒരവസ്ഥയിലേക്ക് അവൻ മടക്കപ്പെടുകയാണ്. ഉമ്മ അങ്ങനെയായാൽ, ഉപ്പ അങ്ങനെയായാൽ, ഫലാ തഖുൽ ലഹുമാ ഉഫ്. അല്ലാഹു പറയാണ്, പടച്ചോൻ അറിയാലോ നമ്മുടെയൊക്കെ സ്വഭാവം. ഇവൻ പണ്ടാറം എന്ന് പറഞ്ഞ് ഉമ്മായെയും ബാപ്പായെയും അവഗണിക്കുമെന്ന് അള്ളാഹുവിനറിയാലോ. അതുകൊണ്ട് പറയുന്നു, മക്കളെ, നിങ്ങൾ ഉഫ്. ഉഫ് എന്ന് പറഞ്ഞാൽ അറബി ഭാഷയിൽ തങ്ങളുടെ ശരീരത്തിൽ വന്നിരുന്ന ഒരു ചെറിയ പൊടി തൂത്ത് കളയുന്ന ശബ്ദത്തിനാണ് ഉഫ് എന്ന് പറയുന്നത്. ഫലാ തഖുൽ ലഹുമാ ഉഫ് എന്ന് പോലും നിങ്ങൾ പറയരുത്. അങ്ങ് ചെന്നു റൂമിലേക്ക്, എന്തോ ദുർഗന്ധം, മുഖം ചുളിക്കല്ലേ. അല്ലാഹു പറയാണ്, നിങ്ങളവരോട് പറയരുതങ്ങനെ. വലാ തൻഹറുഹുമാ. കുഞ്ഞുങ്ങൾക്ക് നിങ്ങൾ ഭക്ഷണം കൊടുക്കുമ്പോ അമ്പിളിയമ്മ അവനെ കാണിച്ച് ഭക്ഷണം കൊടുക്കും. കാരണം ആ കുഞ്ഞിൽ നിങ്ങൾക്ക് പ്രതീക്ഷയുണ്ട്. ഉമ്മാക്കും ഉപ്പാക്കും അങ്ങനെ കൊടുക്കാൻ മടിക്കുന്നുവെങ്കിൽ, എന്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരി, അത് അപകടമാണ്. അത് ഏറ്റവും വലിയ പരീക്ഷണമാകുന്നു. അങ്ങനെ കൊടുക്കണം. ദേഷ്യപ്പെടരുത്. ആപ്പാരുമാരും ഗുളിക കഴിക്കാൻ മടിക്കുമ്പോ അവരോട് നിങ്ങൾ വെറുപ്പോടുകൂടെ പെരുമാറരുത്. വഖുല്ലഹുമാ ഖൗലൻ കരീമാ. മാന്യമായി നിങ്ങൾ അവരോട് ഇടപഴകണം. മാന്യമായി.
മാന്യമായി നിങ്ങൾ അവരോട് പെരുമാറുകയും സംസാരിക്കുകയും വേണം. അല്ലാഹു പറയുന്നു വഖ്ഫിദ് ലഹുമാ ജനാഹൽ ദുല്ലി മിനർ റഹ്മ, കാരുണ്യത്തിന്റെ ചിറകുകൾ. അല്ലേ, ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു കഅബ ശരീഫ് ഇങ്ങനെ തവാഫ് ചെയ്യുമ്പോ ഒരാളുണ്ട് തന്റെ ഉമ്മയെ തോളിൽ കയറ്റിക്കൊണ്ട് ഇങ്ങനെ തവാഫ് ചെയ്യുകയാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിനോട് അദ്ദേഹം പറഞ്ഞു, അല്ലയോ ഇബ്നു ഉമർ എന്നവരെ, ഇതെന്റെ ഉമ്മയാണ്. അനലഹൽ ബഈറുഹൽ മുദല്ലലു, എന്റെ ഉമ്മാക്ക് ഞാൻ ഒരു ഒട്ടകത്തിനെ പോലെയാണ്. ഉമ്മ എന്തു പറഞ്ഞാലും ഇവിടേക്ക് പോകണമെന്ന് പറഞ്ഞാലും ഒരൊട്ടകം പോകുന്നത് പോലെ എന്റെ ഉമ്മയെയും ഏറ്റിക്കൊണ്ട് ഞാൻ പോകാറുണ്ട്. എന്നെ ബഹുമാനപ്പെട്ടവരെ, എന്റെ ഉമ്മാക്ക് ഞാൻ സേവനം ചെയ്തയാളാണോ? അവിടുന്ന് പറഞ്ഞു, ലാ, അതുകൊണ്ടൊന്നും പൂർണ്ണമായി എന്ന് കരുതല്ലേ. അല്ലേ, ആയിഷ ബീവി റളിയല്ലാഹു അൻഹ പറയുന്നുണ്ട്, ഉമ്മായുടെയും ബാപ്പയുടെയും നേർക്ക് നിങ്ങൾ കണ്ണുരുട്ടരുത്, അവരോട് നിങ്ങൾ കൈ ചൂണ്ടി സംസാരിക്കരുത്. അങ്ങനെ നിങ്ങൾ അവർക്ക് ചെയ്തു കൊടുക്കേണ്ടത് എന്താണ്? വഖ്ഫിദ് ലഹുമാ ജനാഹൽ ദുല്ലി മിനർ റഹ്മ, കാരുണ്യം, ഉമ്മാന്റെ വിളിക്കുത്തരം നൽകുക, കാരുണ്യം കാണിക്കുക. അല്ലെ, ഫോണിൽ ഇങ്ങനെ അടിക്കുന്നുണ്ട്, ആരാ ഈ നേരത്ത്? ഉമ്മയാണെന്ന് കണ്ടാൽ ആ യൂസർ ബിസിയാക്കുക. അതല്ല ചെയ്യേണ്ടത്. എത്ര തവണ നമ്മൾ വാളുകളിലൊക്കെ സാധാരണ കേൾക്കുന്ന സംഭവമാണല്ലോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ കഥ. കഥ എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലത്ത് ഈ ലോകത്തെ ഏറ്റവും കൂടുതൽ ഉറപ്പുള്ള സംഗതിയെ പറ്റിയിട്ടാണ് നമ്മൾ കഥ എന്ന് പറയാറുള്ളത്. അല്ലേ, ജീവിതം, അതാണ് കഥ. ഒരാൾ മരിച്ചാൽ നമ്മൾ പറയാറുള്ളത് അവന്റെ കഥ കഴിഞ്ഞു എന്നാണ്. അപ്പൊ കഥ എന്ന് പറഞ്ഞാൽ ജീവിതമാണ്. അല്ലേ, ഒരാളിങ്ങനെ ഒരു അന്തമില്ലാതെ നടക്കുകയാണെങ്കിൽ നമ്മൾ അയാളെ പറ്റി പറയും, ഇയാളൊരു കഥ ഇല്ലാത്ത ആളാണല്ലോ. കഥ എന്ന് പറഞ്ഞാൽ അത് വെറുതെ എന്നുള്ളത് മനസ്സിലാക്കരുത്. നമ്മൾ ഒരു കഥയും ഇല്ലാത്ത ആളാണെന്ന് പറഞ്ഞാൽ ഇയാളൊരു വിശേഷ ബുദ്ധിയൊന്നും ഇല്ലാത്ത ഒരാളാണ്, അഥവാ ഒരു ബുദ്ധിപരമായ കാര്യമാണ് കഥ എന്ന് പറഞ്ഞാൽ. പത്രത്തിലും ദൃശ്യമാധ്യമങ്ങളിലൊക്കെ ഏറ്റവും വലിയ വാർത്തയായിട്ട് വരുന്നതിനെ പറ്റി നമ്മൾ എന്താ പറയാ? ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോറി. അല്ലെ, കവർ സ്റ്റോറി, സ്റ്റോറി എന്നാ പറയാ, കഥ. അതുകൊണ്ട് റസൂലുള്ളാന്റെ കഥ ഏറ്റവും കൂടുതൽ ഉണ്ടായ സംഭവമാണ്, സംശയമില്ല ആ കാര്യത്തിൽ. അള്ളാഹുവിന്റെ റസൂല് പറഞ്ഞ കഥയാണ്. മുൻഗാമികളിൽപ്പെട്ട ജുറൈജ് എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഇബാദത്തിന്റെ ശക്തിയുടെ വർധനവിന് വേണ്ടി ഒരു മലയുടെ മുകളിൽ ചെന്ന് ആരാധന തുടർന്നു. ഉമ്മക്ക് മോഹം, എന്റെ മകനെ ഒന്ന് കാണണം. മലയുടെ മുകളിലേക്ക് കയറാൻ കഴിയുന്നില്ല. താഴെ നിന്ന് വിളിച്ചു, മോനെ ജുറൈജ്. ഇബാദത്തിലായത് കാരണം അത് കഴിഞ്ഞിട്ട് വിളിക്കുത്തരം നൽകാം എന്ന് കരുതി കഴിഞ്ഞു വന്നപ്പോഴേക്കും ഉമ്മ പാട്ടിന് പോയിരുന്നു. രണ്ടാമത്തെ ദിവസവും വിളിച്ചു, ഉത്തരം നൽകാൻ കഴിഞ്ഞില്ല. മൂന്നാമത്തെ ദിവസം വിളിച്ചു. മൂന്നാമത്തെ ദിവസം ബഹുമാനപ്പെട്ട സയ്യിദുനാ ജുറൈജ് റളിയല്ലാഹു അൻഹുവിന് ഉത്തരം നൽകാൻ കഴിയുന്നില്ലെന്ന് കണ്ടപ്പോ ഈ ഉമ്മ മകനെ അങ്ങ് ശപിക്കുകയാണ്. അല്ലാഹുവേ, എന്റെ മകനെ ഞാൻ വിളിക്കുന്നു, എന്റെ മകന് എന്റെ വിളിക്കുത്തരം നൽകാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അല്ലാഹുവേ അവനെ നീ അപമാനിക്കണമേ. എങ്ങനെ? ഈ നാട്ടിലെ ഒരു വേശ്യാ പെണ്ണിനെ കൊണ്ട് അവന് അപമാനം നൽകിയിട്ടല്ലാതെ നീ അവനെ മരിപ്പിക്കല്ലേ. ഒന്നും അറിയുന്നില്ല, ഉമ്മയെ കാണാനും വന്നില്ല. പക്ഷെ ഈ ദുആ അല്ലാഹു സ്വീകരിച്ചു. ഉമ്മായുടെയും അള്ളാഹുവിന്റെയും ഇടയിൽ, പ്രാർത്ഥനയ്ക്കിടയിൽ മറയില്ല എന്ന് മുഹമ്മദ് മുസ്തഫ. ഉറക്കെ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനേ, അല്ലാഹുവിന്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം തുടരുകയാണ്. ആ നാട്ടിൽ ഒരു വേശ്യാവൃത്തി നടത്തുന്ന ഒരു സ്ത്രീ വന്നു. ആ സ്ത്രീ എല്ലാവരെയും വഴിതെറ്റിച്ചപ്പോൾ ആളുകൾ പറഞ്ഞു, ഈ മലയുടെ മുകളിൽ ജുറൈജ് എന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്, ഒരിക്കലും അദ്ദേഹത്തെ നിനക്ക് വഴിതെറ്റിക്കാൻ കഴിയില്ല. ഇവൾ പറഞ്ഞു, ഞാൻ വഴിതെറ്റിക്കുന്നതാണ്. അങ്ങനെ അവൾ ജുറൈജിന്റെ അടുക്കൽ പോയി. ജുറൈജിന്റെ മുന്നിൽ ഒരു നൂലിന്റെ ഇഴ പോലും ഇല്ലാതെ അദ്ദേഹത്തിന്റെ മുമ്പിൽ ഇവൾ ഇങ്ങനെ നൃത്തം ചെയ്യാൻ തുടങ്ങി. നഊദു ബില്ലാഹ്, അദ്ദേഹം അവളിലേക്ക് തിരിഞ്ഞു നോക്കുക പോലും ചെയ്തില്ല. അങ്ങനെ
അവൾ ഗത്യന്തരമില്ലാതെ അവിടെ പോയി ആ മലയുടെ മുകളിൽ ആട് മേച്ചു കൊണ്ടിരിക്കുന്ന ഒരു ചെറുപ്പക്കാരനുമായി വീഴ്ചയിലേർപ്പെട്ടു. ഗർഭിണിയായി. ആളുകളോട് അവൾ പറഞ്ഞു, ഇത് ജുറൈജിന്റെ ഗർഭമാണ്. പ്രസവിച്ചപ്പോൾ ഈ കുട്ടിയെയും ഇവളെയും കൂട്ടിക്കൊണ്ട് ജുറൈജ് റളിയല്ലാഹു അൻഹുവിന്റെ പർണശാലയിൽ പോയി അതങ്ങ് തല്ലി തകർത്തു. മലയുടെ താഴെ നിന്ന് മുകളിലേക്കും മുകളിൽ നിന്ന് താഴോട്ടും അദ്ദേഹത്തെ ഇങ്ങനെ വലിച്ചിഴക്കാൻ തുടങ്ങി. ചോദിച്ചു, എന്താ കാര്യം, നിങ്ങൾക്ക് എന്താ, പറയൂ, എന്താ വിഷയം? അവസാനം അവര് പറഞ്ഞു, കണ്ടില്ലേ, ഈ കുട്ടി നിന്റെതല്ലേ? അദ്ദേഹം പറഞ്ഞു, 2 റക്അത്ത് നിസ്കരിക്കാൻ എനിക്ക് നിങ്ങൾ സമ്മതം തരുമോ? സമ്മതം തരുന്നു. 2 റക്അത്ത് നിസ്കരിച്ചു. സംസാരിക്കാൻ പ്രായമില്ലാത്ത ആ കുട്ടിയോട് ജുറൈജ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്നു, മൻ അബൂക്, നിന്റെ ഉപ്പ ആരാണ് മോനെ? ആ കുട്ടി ഉടനടി മറുപടി പറഞ്ഞു, എന്റെ ഉപ്പ ഇന്നാലിന്ന ആട്ടിടയനാണ്, നിങ്ങളല്ല. ഞാൻ അവസാനിപ്പിക്കുകയാണ്. 9:15 എനിക്ക് പോകാനുള്ള ബസ് വരുന്നത്. 9:30 ബസ് പോവുകയും ചെയ്യും. അതുകൊണ്ട് ഞാൻ നിർത്തുകയാണ്. ഒരു കാര്യം, ഉമ്മയെ സ്നേഹിക്കുക, നമ്മൾ ബാപ്പയെ സ്നേഹിക്കുക. ആരും ബേജാറാവണ്ട. ഞാൻ 9:15 തുടങ്ങിയിട്ടുണ്ട് അല്ല ഉസ്താദേ? 9:15 നമ്മൾ ദുആ തുടങ്ങി, 9:20 പ്രസംഗം തുടങ്ങിയിട്ടുണ്ട്. 2 മണിക്കൂർ ആവാനായി അല്ലേ? അല്ലല്ല, 9:15 ബസ് വരും, 9:30 ബസ് പോകുന്ന പറഞ്ഞത്. ഏതായാലും ആവട്ടെ, നമ്മുടെ ഉമ്മയെ സ്നേഹിക്കുക, ബാപ്പയെ സ്നേഹിക്കുക.